നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കേന്ദ്രത്തിലെ ലൈംഗിക പീഡന നിർബന്ധിത മതപരിവർത്തന കേസിൽ മൊത്തത്തിൽ ദുരൂഹത തുടരുകയാണ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 8 പേരിൽ ഒരാളായ നിദ ഖാന്റെ മാതാപിതാക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കേസിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചന നടന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. തങ്ങളുടെ മകൾക്കെതിരെ വ്യാജ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അവർ പറഞ്ഞു. TCS നാസിക് BPO യൂണിറ്റിലെ HR മാനേജറായ നിദ ഖാനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും കുടുംബം പറയുന്നു. ബലാത്സംഗ കേസിൽ അടുത്തിടെ അറസ്റ്റിലായ ആൾ ദൈവം അശോക് ഖരാട്ടിനെ രക്ഷിക്കാനുള്ള പോലീസ് നീക്കമാണ് ഈ കേസ്. ഇയാളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങൾ മൂടിവെക്കാനാണ് ഇത്തരമൊരു കേസ് കെട്ടിച്ചമച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. നിദ ഗർഭിണിയാണെന്നും ആരോപണങ്ങൾ കാരണം കുടുംബം മുഴുവൻ അസ്വസ്ഥരാണെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിദ ഒരിക്കലും ആരെയും മതം മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മറ്റു വിശ്വാസങ്ങളിലെ ദൈവങ്ങളെയോ ദേവതകളെയോ കുറിച്ച് ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് തങ്ങളുടെ കുടുംബമെന്നും അവർ കൂട്ടിച്ചേർത്തു. നിദ ഖാന്റെ ഭർത്താവിനെ നാസിക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നിദയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിയില്ലെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം നിദ ഖാൻ HR മാനേജർ അല്ലെന്നും നേതൃത്വപരമായ ഉത്തരവാദിത്തങ്ങളോ റിക്രൂട്ട്മെന്റ് ചുമതലകളോ അവർക്ക് നൽകിയിട്ടില്ലെന്നും TCS വ്യക്തമാക്കുന്നു. നിദ ഖാൻ HR വിഭാഗം മാനേജർ അല്ലെന്നും ഫോൺ വഴി മാർക്കറ്റിംഗ് നടത്തുന്ന ടെലികോളർ ജീവനക്കാരി മാത്രമാണെന്നുമാണ് TCS പറയുന്നത്. ഇതിനിടെ 2022-നും 2026-നും ഇടയിൽ ലൈംഗികാതിക്രമ പരാതികൾ പരിഹരിക്കാനുള്ള സമിതിയിൽ ആരും തന്നെ പരാതിപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ് TCS ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ K കൃതിവാസൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യമാകെ ഏറെ വിവാദങ്ങൾ ഉയർത്തിയ TCS മതപരിവർത്തന കേസിൽ 18-നും 25-നും ഇടയിൽ പ്രായമുള്ള വനിതാ ജീവനക്കാരെ ലക്ഷ്യമിട്ട് ഒരു സംഘം പ്രവർത്തിച്ചതായാണ് പരാതി. ഇതുവരെ 9 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 7 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെ ഇതുവരെ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വനിതാ ജീവനക്കാരിയെ പരാതി നൽകുന്നതിൽ നിന്ന് വിലക്കിയെന്നാണ് നിദ ഖാനെതിരായ ആരോപണം.